ഏവർക്കും സന്ധ്യാദീപത്തിലേക്ക് സ്വാഗതം. ഈശ്വര സാക്ഷാത്കാരമാണ് ജീവിത ലക്ഷ്യം എന്നറിഞ്ഞ് ലക്ഷ്യബോധത്തോടെ ദൈവത്തെ ആരാധിക്കണം. നിഷ്കാമമായി അവിടത്തേക്ക് ആത്മസമർപ്പണം ചെയ്യുന്നതാണ് യഥാർത്ഥ ഭക്തി. സ്വാഗതം ഇന്നത്തെ സന്ധ്യാദീപത്തിലേക്ക്. തിക്കുറിശ്ശി ക്ഷേത്രത്തിൽ നിന്നും ഭക്തന്മാർ ദർശനം കഴിഞ്ഞ് നീങ്ങുന്നത് തൃപ്പരപ്പിലേക്കാണ്. ശിവാലയ ഓട്ടത്തിലെ മൂന്നാമത് ക്ഷേത്രമാണ് തൃപ്പരപ്പ് ക്ഷേത്രം. പ്രകൃതി രമണീയമായ ഈ സ്ഥലം സംസ്കൃതത്തിൽ വിശാലപുരം എന്ന പേരിൽ വാഴ്ത്തപ്പെട്ടിട്ടുണ്ട്. 12 ശിവാലയങ്ങളിൽ ശിവൻ പടിഞ്ഞാറ് ദർശനമായി കുടികൊള്ളുന്ന ഏക ക്ഷേത്രമാണിത്. ദക്ഷയാഗത്തിന്റെ വേദിയിൽ സതി ജീവത്യാഗം ചെയ്തതറിഞ്ഞ് കുപിതനായ ശിവന്റെ ഭാവമാണ് ഇവിടെ. ക്ഷേത്രത്തിന് സമീപം ഒഴുകുന്ന കോതയാറിലെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം നിരവധി വിനോദസഞ്ചാരികളെയും ഇവിടേക്ക് ആകർഷിക്കുന്നു. 1881 ശ്രീ വിശാഖം തിരുനാൾ കോതയാറിൽ പണികഴിപ്പിച്ച കൽമണ്ഡപം ആറാട്ട് മണ്ഡപം എന്ന പേരിൽ അറിയപ്പെടുന്നു. ഈശ്വര മാഹാത്മ്യം വർണ്ണിക്കുന്ന സ്തുതികളും കീർത്തനങ്ങളും ആലപിക്കുക എന്നത് ഭക്തിമാർഗത്തിലെ ഒരു പ്രധാന സാധനയാണ്. കേൾക്കാം ഇന്നത്തെ സന്ധ്യാനാമം. നമോ വാഞ്ഛനീയം നമോ ദിവ്യകായം നമോ വായുപുത്രം നമോ സൂര്യമിത്രം നമോ നിഖിലരക്ഷാകരം രുദ്രരൂപം നമോ മാരുതിം രാമദൂതം നമാമി. ശ്രീയാഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ ശ്രീയാഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ. നമോ വാനരേശം നമോ ദിവ്യഭാസം നമോ വജ്രദേഹം നമോ ബ്രഹ്മതേജം നമോ ശത്രുസംഹാരകം വജ്രകായം നമോ മാരുതിം രാമദൂതം നമാമി. ശ്രീയാഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ ശ്രീയാഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ. നമോ വാനരേന്ദ്രം നമോ വിശ്വപാലം നമോ വിശ്വമോദം നമോ ദേവശൂരം നമോ ഗഗനസഞ്ചാരിതം പവനതനയം നമോ മാരുതിം രാമദൂതം നമാമി. ശ്രീയാഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ ശ്രീയാഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ. നമോ രാമദാസം നമോ ഭക്തപാലം നമോ ഈശ്വരാംശം നമോ ലോകവീരം നമോ ഭക്തചിന്താമണിം ഗദാപാണിം നമോ മാരുതിം രാമദൂതം നമാമി. ശ്രീയാഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ ശ്രീയാഞ്ജനേയം നമസ്തേ പ്രസന്നാഞ്ജനേയം നമസ്തേ.
नमो पापनाशं नमो सुप्रकाशं नमो वेदसारं नमो निर्विकारम् नमो निखिलसम्पूजितं देवश्रेष्ठं नमो मारुतिं रामदूतं नमामि श्रीयाञ्जनेयं नमस्ते प्रसन्नाञ्जनेयं नमस्ते श्रीयाञ्जनेयं नमस्ते प्रसन्नाञ्जनेयं नमस्ते नमो कामरूपं नमो रौद्ररूपं नमो वायुतनयं नमो वानरात्रं नमो निखिलसम्पूजितं देवश्रेष्ठं नमो मारुतिं रामदूतं नमामि श्रीयाञ्जनेयं नमस्ते प्रसन्नाञ्जनेयं नमस्ते श्रीयाञ्जनेयं नमस्ते प्रसन्नाञ्जनेयं नमस्ते नमो रम्यनामं नमो भवपुनीतं नमो चिरञ्जीवं नमो विश्वपूज्यं नमो शत्रुनाशनकरं धीररूपं नमो मारुतिं रामदूतं नमामि श्रीयाञ्जनेयं नमस्ते प्रसन्नाञ्जनेयं नमस्ते श्रीयाञ्जनेयं नमस्ते प्रसन्नाञ्जनेयं नमस्ते नमो देवदेवं नमो भक्तरत्नं नमो अभयवरदं नमो पञ्चवदनं नमो शत्रुनाशनकरं धीररूपं नमो मारुतिं रामदूतं नमामि श्रीयाञ्जनेयं नमस्ते प्रसन्नाञ्जनेयं नमस्ते श्रीयाञ्जनेयं नमस्ते प्रसन्नाञ्जनेयं नमस्ते അമ്പാടിയിൽ വരൾച്ച ഉണ്ടാക്കിയും പ്രളയം സൃഷ്ടിച്ചും ഒരിക്കൽ ഇന്ദ്രൻ കൃഷ്ണനോട് മത്സരിച്ചു. എന്നാൽ ഒടുവിൽ ഇന്ദ്രന് തോൽവി സമ്മതിക്കേണ്ടി വന്നു. കേൾക്കാം ഇന്നത്തെ കഥയമ്മ. എല്ലാ സജ്ജനങ്ങൾക്കും ഹൃദയം നിറഞ്ഞ നമസ്കാരം. കഥയമ്മയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഇന്ദ്രന് കിട്ടിയ ശാപങ്ങളെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ സംസാരിച്ചു. ഇന്ദ്രന് അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിന് കിട്ടിയ മറ്റൊരു തിരിച്ചടിയുടെ കഥയാണ് ഇന്നത്തെ കഥയമ്മയുടെ അധ്യായത്തിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇത് ഭഗവാൻ ശ്രീകൃഷ്ണനുമായി ബന്ധപ്പെട്ട, ഗുരുവായൂരപ്പനുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. ആ കഥ ഇന്നത്തെ സാഹചര്യത്തിൽ എങ്ങനെ സമൂഹത്തിലേക്ക് എടുക്കാം എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരിക്കൽ ഭഗവാൻ കുട്ടിയായിരിക്കുന്ന സമയത്ത്, ഉണ്ണിയായിരിക്കുന്ന സമയത്ത് രാവിലെ എഴുന്നേറ്റ് നോക്കിയ സമയത്ത് ഗോകുലത്തിൽ മുഴുവൻ വല്ലാത്ത തിരക്ക് കണ്ടു എന്നാണ്. എല്ലാവരും എങ്ങോട്ടൊക്കെയോ ഓടുന്നു, എന്തൊക്കെയോ പണികൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. കുറേ ആളുകൾ പൂവറക്കുന്നു, കുറേ ആളുകൾ ഇല തുടയ്ക്കുന്നു. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പണികളിൽ അച്ഛനും അമ്മയും ഗോപസ്ത്രീകളും എല്ലാവരും ഭയങ്കര വ്യാപൃതരാണ്. ഭഗവാൻ ചോദിച്ചു എന്നാണ് അച്ഛൻ്റെ അടുത്ത് പോയിട്ട് നന്ദഗോപരോട്, അച്ഛാ എല്ലാവരും വലിയ തിരക്കിലാണല്ലോ, എന്താണ് ഇന്ന് ആഘോഷം, എന്താണ് ഇന്ന് പ്രത്യേകത? അദ്ദേഹം പറയുന്നുണ്ട്, വർഷത്തിലൊരിക്കൽ നമ്മൾ ഇന്ദ്രനെ പൂജിക്കാറുണ്ട്, ഇന്ദ്രന് പൂജ കൊടുക്കാറുണ്ട്. ഇന്ദ്രനാണ് മഴ പെയ്ച്ച് നമുക്ക് വേണ്ട ഐശ്വര്യങ്ങളൊക്കെ തരുന്നത്, നമ്മുടെ കൃഷി നന്നാവുന്നത്, നമ്മുടെ കന്നുകാലികളൊക്കെ നന്നായി ജീവിക്കുന്നത്, ഇതൊക്കെ ഇന്ദ്രൻ്റെ കൃപ കൊണ്ടാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ ഇന്ദ്രനെ പൂജിക്കാൻ പോവാണ്. കുട്ടി പോയി പെട്ടെന്ന് നല്ല വൃത്തിയായിട്ട് കൂളിയൊക്കെ കഴിഞ്ഞ് വരൂ എന്ന് ഭഗവാനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് ഭഗവാൻ അച്ഛനോട് തിരിച്ചു ചോദിക്കുന്നത്, അച്ഛാ ഈ ഇന്ദ്രനെ പൂജിക്കുന്നത് എന്തിനാണ്? നമുക്ക് ജീവിക്കാനുള്ള സാഹചര്യങ്ങൾ തരുന്നത് നമ്മുടെ തൊട്ടപ്പുറത്ത് തന്നെയുള്ള ഗോവർദ്ധന പർവ്വതമല്ലേ? അതിലുള്ള പുല്ലും വൈക്കോലും അവിടുത്തെ നദികളിലെ ജലമൊക്കെ കുടിച്ചല്ലേ നമ്മുടെ കന്നുകാലികൾ ജീവിക്കുന്നത്? ആ കന്നുകാലികളുടെ പാല് കറന്ന് അതിൽ നിന്ന് തൈരും വെണ്ണയും നെയ്യൊക്കെ ഉണ്ടാക്കിയിട്ടല്ലേ നമ്മൾ ജീവിക്കുന്നത്? ഇതിൽ ഇന്ദ്രൻ എവിടെയാണ് പങ്ക്? അതുകൊണ്ട് പൂജിക്കുകയാണെങ്കിൽ അച്ഛാ, എൻ്റെ അഭിപ്രായത്തിൽ നമ്മൾ പൂജിക്കേണ്ടത് ഇന്ദ്രനെയല്ല ഗോവർദ്ധനത്തെയാണ്.
ഒപ്പം നമുക്ക് ജീവിത സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുന്ന നമ്മുടെ പശുക്കളെ, ഗോക്കളെയും പൂജിക്കേണ്ടതായിട്ടുണ്ട്. ഇതാണ് എൻ്റെ അഭിപ്രായം. ഭഗവാൻ പറയുന്നത് കേൾക്കുമ്പോൾ നന്ദഗോപർക്ക് ഇത് ശരിയാണ് എന്നൊരു തോന്നലുണ്ടായി എന്നാണ്. പറയുമ്പോൾ ചെറിയ കുട്ടി 6-7 വയസ്സേ ഉള്ളൂ. പക്ഷെ 6-7 വയസ്സുള്ള ഒരു കുട്ടി പറഞ്ഞതുപോലും വിലയെടുക്കാനുള്ള ഒരു ബുദ്ധി നന്ദഗോപർക്ക് ഉണ്ടായിരുന്നതാണ്. നമ്മളും കുട്ടികൾ പറയുന്ന എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ മനസ്സാണെന്ന് പറഞ്ഞ് തള്ളിക്കളയാതെ അതിൽ കാര്യപ്പെട്ടതുണ്ടെങ്കിൽ സ്വീകരിക്കണം എന്നാണ് ഭഗവാൻ പോലും കാണിച്ചിരുന്നത്. അങ്ങനെ ആ ഭഗവാന്റെ നിർദ്ദേശപ്രകാരം ഇന്ദ്രനുള്ള പൂജ അതോടുകൂടി നിർത്തുകയും ഗംഭീരമായിട്ട് ഗോവർദ്ധനത്തെ പൂജിക്കാൻ ഗോപന്മാരും നന്ദഗോപരും യശോദാമ്മയൊക്കെ ആരംഭിക്കുകയും ചെയ്തു. ഇത് ദേവലോകത്തിരുന്ന് ഇന്ദ്രൻ അറിഞ്ഞു എന്നാണ്. ഇത്രയും നാൾ തനിക്ക് കിട്ടിയിരുന്ന ആ പൂജ ഒരു ദിവസം കൊണ്ട് കൃഷ്ണൻ മുടക്കി എന്നുള്ളത് ഇന്ദ്രൻ ഒട്ടും തന്നെ ഇഷ്ടമായില്ല. ഞാൻ ആരാണെന്ന് കൃഷ്ണന് ഞാൻ കാണിച്ചു കൊടുക്കാം എന്ന് പറഞ്ഞ് തൻ്റെ മഴമേഘങ്ങളെയും ഇടിമിന്നലിനെയൊക്കെ അദ്ദേഹം, ഇതിൻ്റെയൊക്കെ രാജാവാണല്ലോ, അദ്ദേഹം വിളിച്ചു വരുത്തി പോയി ഗോവർദ്ധനത്തിൻ്റെ മുകളിലും ഗോകുലത്തിൻ്റെ മുകളിലും ശക്തിയായിട്ടുള്ള ഇടിമിന്നലും മഴയുണ്ടാക്കാൻ ആവശ്യപ്പെട്ടു എന്നാണ്. ഇന്ദ്രൻ്റെ ആജ്ഞ അനുസരിച്ച് ഈ മേഘങ്ങളെല്ലാവരും വന്ന് ഗോകുലത്തിൻ്റെ മുകളിൽ നിന്ന് തകർത്ത് മഴ പെയ്യാൻ തുടങ്ങി, ഇടിവെട്ടാൻ തുടങ്ങി എന്നാണ്. മഴ പെയ്ത് 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 പ്രളയത്തിൻ്റെ അവസ്ഥയിലേക്ക് വരെ ആ മഴ കാരണമായി എന്ന് തോന്നി ഗോപന്മാർക്ക്. ഇന്ദ്രൻ്റെ കോപമാണ് ഇതിന് കാരണം എന്ന് മനസ്സിലാക്കി അവരെല്ലാവരും ഭഗവാന്റെ അടുത്തേക്ക് പോയി. ഉണ്ണി, നീയല്ലേ പറഞ്ഞത് ഇന്ദ്രനെ പൂജിക്കേണ്ടതില്ല എന്ന്? ഇപ്പം ഇന്ദ്രൻ്റെ കോപം കൊണ്ടാണ് നമ്മളിത് അനുഭവിക്കുന്നത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഭഗവാൻ സിമ്പിളായിട്ടാണ് പറഞ്ഞു കൊടുക്കേണ്ടത്. നമ്മൾ പൂജിച്ച ആൾ തന്നെ നമ്മളെ രക്ഷിക്കും. നമ്മളെ രക്ഷിക്കേണ്ട ബാധ്യത ഗോവർദ്ധനത്തിനുണ്ട്. എല്ലാവരും ഗോവർദ്ധനത്തിൻ്റെ അടുത്തേക്ക് വരൂ എന്ന് പറഞ്ഞു. ആ ഗോവർദ്ധന പർവ്വതത്തെ ഭഗവാൻ തൻ്റെ ആ ചെറു കൈയിലെ കുഞ്ഞു വിരലുകൊണ്ട് അങ്ങോട്ട് ഉയർത്തി അതിനകത്തേക്ക് മുഴുവൻ കന്നുകാലികളും വ്രജവാസികളും മുഴുവൻ കയറി നിന്നു എന്നാണ്. 7 ദിവസം 7 പകലും 7 രാത്രിയും നിന്ന് ആ മഴ പെയ്തു. ആ മഴയുടെ മുഴുവൻ ശക്തി ഉപയോഗിച്ചിട്ടും ഗോക്കളെയോ ഗോകുലത്തിലെ ആളുകളെയോ ഉപദ്രവിക്കാൻ ദേവേന്ദ്രന് സാധിച്ചില്ല. തൻ്റെ മുഴുവൻ ശക്തിയും ചോർന്നു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ദേവേന്ദ്രൻ തെറ്റ് മനസ്സിലാക്കുകയും ഈ ഗോവർദ്ധനോദ്ധാരിയായി നിൽക്കുന്ന ആ ഭഗവാന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുകയും ചെയ്തു എന്നാണ്. തൻ്റെ തെറ്റ് എനിക്ക് മനസ്സിലാവുന്നു, ഞാൻ ചെയ്ത എൻ്റെ അഹങ്കാരത്തിൻ്റെ ഫലമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഭഗവാനെ, അങ്ങ് എന്നോട് ക്ഷമിക്കണേ. അങ്ങ് ആരാണെന്ന് മനസ്സിലാക്കാതെ, യഥാർത്ഥത്തിൽ അങ്ങ് ആരാണെന്ന് തിരിച്ചറിയാതെ ഞാൻ ചെയ്ത തെറ്റിന് എന്നോട് ക്ഷമിക്കണേ എന്ന് ഇന്ദ്രൻ ഭഗവാനോട് അഭ്യർത്ഥിക്കുന്നു. ഇന്ദ്രൻ ഒറ്റയ്ക്കല്ല വന്നത്. സ്വർഗത്തിൽ നിന്ന് കാമധേനു, സുരഭി എന്ന് പറയുന്ന ദിവ്യമായിട്ടുള്ള പശു ഗോ ഇന്ദ്രൻ്റെ കൂടെ ഉണ്ടായിരുന്നു. സുരഭി ഭഗവാന്റെ ദേഹത്തൂടെ ആ അമൂല്യമായിട്ടുള്ള സുരഭിയുടെ പാലുകൊണ്ട് അഭിഷേകം നടത്തുന്നു. അതാണ് വിശ്വപ്രസിദ്ധമായിട്ടുള്ള ഗോവിന്ദാഭിഷേകം. അപ്പം ആ ഗോവിന്ദാഭിഷേകത്തിൽ നിൽക്കുന്ന ഗോവർദ്ധനോദ്ധാരിയായിട്ടുള്ള ഗുരുവായൂരപ്പനെ എല്ലാവരും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. അങ്ങനെ ഭഗവാന്റെ കീർത്തി എന്തെന്ന് ഇന്ദ്രന് പോലും മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ്. മനസ്സാണ് ഇന്ദ്രൻ എന്ന് കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ പറഞ്ഞു. മനസ്സെപ്പോഴും വെല്ലുവിളിക്കാനുള്ള ശ്രമം നടത്തിക്കൊണ്ടേയിരിക്കും. വെല്ലുവിളിച്ച് അവസാനം ഈശ്വരനെ പോലും മനസ്സ് വെല്ലുവിളിക്കും. ആ സമയത്ത് ഈശ്വരൻ്റെ ആ ഒരു പ്രക്രിയകൾ എപ്പോഴും മനസ്സിനെ തിരുത്താനുള്ളതാണെന്ന് മനസ്സിലാക്കുക, ഒരിക്കലും മനസ്സിനെ ഉപദ്രവിക്കാനല്ല. മനസ്സിൻ്റെ ഊർജം വീണ്ടും മനസ്സിന് തിരിച്ചു കിട്ടണമെങ്കിൽ എന്തേ നിവൃത്തിയുള്ളൂ? ആ ഭഗവാന്റെ കാൽക്കൽ വന്ന് നമസ്കരിക്കുക എന്നുള്ളത് മാത്രമേ നിവൃത്തിയുള്ളൂ. എങ്ങനെയാണോ ഇന്ദ്രൻ തൻ്റെ തെറ്റ് മനസ്സിലാക്കി ആ ഭഗവാന്റെ കാലിൽ പോയി കിടന്നത്, അതുപോലെ അഹങ്കാരം നിറഞ്ഞ നമ്മുടെ മനസ്സിനും എപ്പോഴെങ്കിലുമൊക്കെ ആ ഭഗവാന്റെ ആ കാൽക്കൽ പോയി കിടക്കാൻ തോന്നട്ടെ. അപ്പോൾ മാത്രമേ എല്ലാ തരത്തിലുള്ള ശ്രേയസ്സും സ്വർഗവും ആ ദേവരാജ പദവിയൊക്കെ നിലനിൽക്കുള്ളൂ എന്ന് മനസ്സിലാക്കുക. അങ്ങനെ ആ ഭഗവാന്റെ പാതാരവിന്ദങ്ങളെ ആശ്രയിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ എന്ന് ഗുരുവായൂരപ്പനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ദ്രൻ്റെ ഈ അഹങ്കാരത്തിന് കിട്ടിയ തിരിച്ചടിയുടെ കഥ ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിച്ചുകൊണ്ട് അടുത്തൊരു അധ്യായത്തിൽ വീണ്ടും നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി, നമസ്തേ. വ്യാഴം വിഷ്ണു പ്രീതിക്ക് ഉത്തമമായ ദിവസമാണ്. ഏവർക്കും മഹാവിഷ്ണുവിന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ ദീപാരാധന കാഴ്ചയ്ക്കായി ക്ഷേത്രാങ്കണത്തിലേക്ക് പോകാം. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീരാമദൂതം. ഇത് ആലത്തിയൂർ പെരും തൃക്കോവിൽ. ആശ്രിത വത്സലനും ആപദ്ബാന്ധസൂനുവും കലിയുഗ വരദനുമായ
ഹനുമാൻ സ്വാമിയുടെ ചൈതന്യ പൂർണിമ കൊണ്ട് പേരുകേട്ട ക്ഷേത്രമാണ് ആലത്തിയൂർ പെരുംതൃക്കോവിൽ. ശ്രീരാമ ഭഗവാന്റെ ഗുരുനാഥനായ വസിഷ്ഠ മഹർഷിയാൽ പ്രതിഷ്ഠിതമായതെന്ന് വിശ്വസിക്കുന്ന ആലത്തിയൂർ പെരുംതൃക്കോവിൽ കേരളത്തിലെ അതിപുരാതനവും പരിപാവനവും സുപ്രസിദ്ധവുമായ ക്ഷേത്രങ്ങളിൽ ഒന്ന്. സ്വാമി എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിട. ഇവിടെ മുഖ്യദേവൻ ശ്രീരാമസ്വാമിയാണെങ്കിലും ശ്രീ ഹനുമാൻ സ്വാമിക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്നതിനാൽ ആലത്തിയൂർ ഹനുമാൻ കാവ് എന്ന പേരിലത്തെ ഈ ക്ഷേത്രം പ്രസിദ്ധിയാർജിച്ചിട്ടുണ്ട്. നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ സ്വാമി. ആഞ്ജനേയ കേസരി എന്ന വാനരന്റെ പത്നിയായ അഞ്ജനയിൽ വായുവിനുണ്ടായ പുത്രനത്രേ ഹനുമാൻ. ഗർഭത്തിൽ നിന്നും വെളിയിൽ വന്നയുടൻ അദ്ദേഹം സൂര്യൻ ഏതോ ഒരു പഴമാണെന്ന് കരുതി അത് പറിച്ചു തിന്നുവാനായി മേൽപോട്ട് ചാടിയെന്നും ഇത് കണ്ട് ആരോ ഒരുവൻ സ്വർഗത്തെ ആക്രമിക്കുവാൻ വരുന്നു എന്ന് കരുതി ഇന്ദ്രൻ വജ്രായുധം പ്രയോഗിച്ചുവെന്നും അത് ഹനുവിൽ, അതായത് താടിയേലിലേറ്റ് ഹനുമാൻ താഴെ വീണുവെന്നുമാണ് പുരാണം. അന്നു മുതലാണ് അദ്ദേഹം ഹനുമാൻ എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങിയത്. ഉൾഭയമോടെ നൊന്തു വിളിച്ചാൽ കൂടെ എത്തും സ്വാമി. രാമ രാമ മന്ത്രം കേട്ടാൽ തീലമരും. ദേവഗുരുവായ ബൃഹസ്പതിക്ക് കുഞ്ചികസ്ഥലി എന്നൊരു അപ്സരസ് ദാസിയായി ഉണ്ടായിരുന്നു. ഒരു ദിവസം അവർ കാമവിവശയായി ബൃഹസ്പതിയെ ആലിംഗനം ചെയ്യുകയും ഇതിൽ കുപിതനായ ബൃഹസ്പതി അവിവേകം പ്രവർത്തിച്ച നീ ഒരു കുരങ്ങായി പോകട്ടെ എന്ന് ശപിക്കുകയും ചെയ്തു. ശാപവാക്യം കേട്ട് പരിഭ്രാന്തയും ദുഃഖിതയുമായ അവൾ താൻ പ്രവർത്തിച്ചത് അവിവേകമായി പോയി എന്ന് സ്വയം സമ്മതിച്ച് ശാപമോക്ഷത്തിനായി കേണു. ദയ തോന്നിയ ബൃഹസ്പതി ശിവാംശ സംഭവനായ ഒരു പുത്രനെ നീ എപ്പോൾ പ്രസവിക്കുന്നുവോ അപ്പോൾ നിന്റെ ശാപം തീരുമെന്ന് അരുളി ചെയ്തു. ശാപം മൂലം പുഞ്ചികസ്ഥലി അഞ്ജന എന്ന വാനര സ്ത്രീയായി പിറന്ന കേസരി എന്ന വാനരരാജാവിന്റെ പത്നിയായി മാറി. അന്നു മുതൽ അഞ്ജന ശിവനിൽ നിന്നും ഒരു പുത്രൻ ഉണ്ടാകുന്നതിനായി പരിശുദ്ധയായി വ്രതങ്ങൾ അനുഷ്ഠിച്ചു പോകും. അങ്ങനെയിരിക്കുന്ന കാലത്ത് കൗതുകം നിമിത്തം ശിവപാർവതിമാർ വനത്തിൽ പ്രവേശിച്ച് കുരങ്ങുകളായി ക്രീഡിച്ച് വൃക്ഷശാഖകളിൽ വസിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പാർവതി ദേവി ഗർഭിണിയാവുകയുണ്ടായി. ഒരു കുട്ടിക്കുരങ്ങനെ പ്രസവിക്കുക വിഷമമെന്നോർത്ത് പാർവതി ദേവി പരമശിവനെ കാര്യമറിയിച്ചു. വിവരമറിഞ്ഞ പരമശിവൻ തന്റെ യോഗശക്തി കൊണ്ട് പാർവതി ദേവിയുടെ ഗർഭസ്ഥ ശിശുവിനെ വായുഭഗവാന് നൽകി. സന്തുഷ്ടനായ വായുഭഗവാൻ വളരെ കാലം ആ ശിവബീജവും വഹിച്ചുകൊണ്ട് നടന്നു. ഗർഭം പൂർണ്ണമായപ്പോൾ വായുഭഗവാൻ ഗർഭത്തെ അഞ്ജനയുടെ ഉദരത്തിൽ നിക്ഷേപിച്ചു. ഒരു കുട്ടിക്കുരങ്ങനെ പ്രസവിച്ചതിനു ശേഷം അഞ്ജന സ്വശരീരം ഉപേക്ഷിക്കുകയുണ്ടായി. ശേഷം കുഞ്ചികസ്ഥലിയായി സ്വർഗലോകം പോയി. അങ്ങനെ ഹനുമാന് ശിവനും വായുവും അഞ്ജനയും ഉൽപ്പത്തി സ്ഥാനങ്ങളായി തീർന്നു. തന്മൂലം വായുപുത്രൻ, ആഞ്ജനേയൻ എന്നീ പേരുകളിലും ഹനുമാൻ അറിയപ്പെടാൻ തുടങ്ങി. ഒരു സ്വാമി നിൻബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ സ്വാമി. നിത്യബ്രഹ്മചാരിയും വേദശാസ്ത്ര പാരംഗതനും ഭക്താഗ്രേസരനും ചിരഞ്ജീവിയുമായ ഹനുമാൻ ക്ഷിപ്രപ്രസാദിയും സങ്കടനാശകനുമാണ്. ഭക്തിപൂർവം ഭജിക്കുന്നവരുടെ ഏതഭീഷ്ടങ്ങളും ഹനുമാൻ സാധിച്ചു കൊടുക്കുന്നുവെന്നാണ് വിശ്വാസം. ദുഷ്ടശക്തികളുടെയും ദുർദേവതകളുടെയും ബാധകൾ ശമിക്കുന്നതിനും രോഗശാന്തിക്കും ഗ്രഹപ്പിഴാശാന്തിക്കും ഹനുമത് ആരാധന ഫലപ്രദമാണെന്നാണ് വിശ്വസിക്കപ്പെട്ടു വരുന്നത്. ജീവിതത്തിൽ കഠിനമായ പ്രതിസന്ധികൾ വരുമ്പോൾ ഭക്തിയോടും നിഷ്ഠയോടും ശുദ്ധിയോടും കൂടി ഹനുമാനെ ഭജിച്ചാൽ ശാന്തി കൈവരുമെന്നാണ് സങ്കല്പം. അഷ്ടവിധ മൈഥുന വ്യാപാരങ്ങളെ പരിത്യജിച്ചുകൊണ്ട് ഹനുമത് ഉപാസന നടത്തിയാൽ ക്ഷിപ്രഫലം ലഭിക്കുമെന്നാണ് വിശ്വാസം. ബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ ആലത്തിയൂർ എന്ന ദേശനാമോൽപത്തിക്ക് പിന്നിൽ പറഞ്ഞു കേൾക്കുന്ന കഥകൾ ഇപ്രകാരമാണ്. ആലും മത്തിയും ഒന്നിച്ചു വളർന്നിരുന്ന സ്ഥലമായതുകൊണ്ടാണ് ആലത്തിയൂർ എന്ന പേര് വന്നതെന്നാണ് പറയപ്പെടുന്നത്. അതുമാത്രമല്ല, ആലത്തികം എന്നാൽ പ്രകാശം എന്ന അർത്ഥത്തിൽ ആലത്തിയൂർ എന്ന സ്ഥലപ്പേരുണ്ടായി എന്നും ഹനുമാന്റെ ദിവ്യപ്രകാശത്തെ പരാമർശിച്ചുകൊണ്ടാകാം സ്ഥലത്തിന് ഈ പേര് വന്നതെന്നും വിശ്വാസങ്ങളുണ്ട്. ഇവിടുത്തെ ഹനുമർക്ക് 33 കോടി ദേവകളും ശക്തി മുഴുവൻ പകർന്നു നൽകിയിരിക്കുന്നു. ലക്ഷ്മി ദേവിയുടെ അവതാരമായ സീതയെ കണ്ടെത്തി തിരിച്ചു വരാനാണ് എല്ലാ ദേവകളും ഹനുമാനിൽ അനുഗ്രഹം വർഷം ചൊരിയുന്നത്. മന്ത്രം കേട്ടാൽ തീലമരും സ്വാമി,
ഉൾഭയമോടെ നൊന്തു വിളിച്ചാൽ കൂടെ എത്തും സ്വാമി. ശ്രീരാമ ഭഗവാൻ ഹനുമാന് ചെവിയിൽ ഓതിക്കൊടുക്കുന്നത് കേൾക്കാതിരിക്കുവാനായി ലക്ഷ്മണനെ അല്പം ദൂരത്തേക്ക് മാറ്റി നിർത്തിയിരിക്കുകയാണ് ആലത്തിയൂരിൽ. അതിനാൽ ലക്ഷ്മണക്ഷേത്രം ഇവിടെ പ്രധാന ക്ഷേത്രത്തിന് പുറത്തായാണ് സ്ഥിതി ചെയ്യുന്നത്. ആഞ്ജനേയ സ്വാമി ആലത്തിയൂർ ഹനുമാൻ കാവിലെ നാലമ്പലത്തിന് പുറത്തായി സ്ഥിതി ചെയ്യുന്നതാണ് ഈ കരിങ്കൽ പീഠം. ഹനുമാൻ സ്വാമി സമുദ്രം മറികടന്ന് ലങ്കയിലേക്ക് ചാടിയതിന്റെ ഓർമ്മയ്ക്കായുള്ളതാണ് ഈ കരിങ്കൽ പീഠം. ഈ പീഠത്തിന്റെ ഒരറ്റത്ത് നീളത്തിൽ ഒരു കരിങ്കല്ലുള്ളത് സമുദ്രമായാണ് സങ്കല്പിച്ചിരിക്കുന്നത്. ഭക്തന്മാർ ഓടി വന്ന് കരിങ്കല്ല് തൊടാതെ ചാടുന്നത് ശ്രേയസ്കരമാണെന്നാണ് വിശ്വാസം. ഇങ്ങനെ ചാടുന്നവർക്ക് ആയുരാരോഗ്യ സമൃദ്ധി ലഭിക്കുമെന്നാണ് പഴമ. ലങ്കയിലേക്ക് പുറപ്പെട്ട ഹനുമാന് ശക്തി പകർന്നത് ദേവഗണങ്ങളായിരുന്നു. ദേവകൾ അനുഗ്രഹിച്ചു നൽകിയ ശക്തിയാണ് ഹനുമാനെ വിജയത്തിലെത്തിച്ചതെന്ന സങ്കല്പമാണ് ഈ കലിന്മേലിൽ കൂടിയുള്ള ചാട്ടത്തിന് പിന്നിൽ. നരവീരനല്ലേ മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ. അഞ്ജന തനയ വായുപുത്ര തുണയേ ഗണമെന്നും വാനോളം വലുതായവൻ. ആധ്യാത്മരാമായണം കിളിപ്പാട്ടെഴുതിയ തുഞ്ചത്തെഴുത്തച്ഛൻ ആലത്തിയൂർ ഭഗവാന്റെ കറകളഞ്ഞൊരു ഭക്തനായിരുന്നു അത്രേ. ഈ ഭക്തി കൊണ്ടാണ് രാമായണം കിളിപ്പാട്ടിലെ സുന്ദരകാന്ഡം ഇത്രയും ഉജ്ജ്വലമായതെന്നാണ് വിശ്വാസം. ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമ. കിഴക്കോട്ട് ദർശനമായാണ് ആലത്തിയൂരിൽ ഹനുമാൻ സ്വാമിയും ശ്രീരാമസ്വാമിയും കുടികൊള്ളുന്നത്. നിത്യേന 3 പൂജകളാണ് ക്ഷേത്രത്തിൽ ആചരിച്ചു വരുന്നത്. കറുത്തേടത്ത് മനക്കാരാണ് ഈ ക്ഷേത്രത്തിലെ താന്ത്രികാധികാരം കൈയാളുന്നത്. നാവിൽ തോന്നണേ സ്വാമി ആഞ്ജനേയ സ്വാമി എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു. ഹനുമാന് കുഴച്ച പൊതിയ നിവേദ്യമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ദിവസവും രാവിലെയും വൈകിട്ടും നടക്കുന്ന ഈ വഴിപാടിനായുള്ള ഒരു പൊതി അവിൽ തയ്യാറാക്കുന്നതിനായി 100 നാഴി അവൽ, 100 നാളികേരം, 28 കിലോ ശർക്കര, 12 കിലോ പഞ്ചസാര, 750 ഗ്രാം ചുക്ക്, 800 ഗ്രാം ജീരകം എന്നിവയാണ് സാധാരണയായി ഉപയോഗിച്ചു വരുന്നത്. ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി. സീത അന്വേഷണത്തിനായി പുറപ്പെട്ട ഹനുമാന്റെ കയ്യിൽ ഈ ദേവഭക്ഷണം ഒരു പൊതിയാക്കി ശ്രീരാമൻ നൽകിയതായി പുരാണം ഉദ്ഘോഷിക്കുന്നു. നാവിൽ തോന്നണേ സ്വാമി നാവിൽ തോന്നണേ സ്വാമി ആഞ്ജനേയ സ്വാമി. ആലത്തിയൂർ ക്ഷേത്രത്തിൽ ഹനുമാൻ സ്വാമിക്ക് പൂജ പതിവില്ല. നിവേദ്യം മാത്രമാണ് ഉണ്ടാകുക. സാധാരണയായി ഹനുമാൻ സ്വാമിക്ക് നടത്തുന്ന വഴിപാടുകളായ നാരങ്ങാമാലയും വടമാലയും വെറ്റിലമാലയും ആലത്തിയൂരിൽ ഉപയോഗിക്കാറില്ല. വെറ്റിലമാല ഇവിടെ ഉപയോഗിക്കാത്തതിന് പിന്നിൽ ഒരു ഐതിഹ്യമുണ്ട്. അശോകവനത്തിലിരിക്കുന്ന സീതയെ ഹനുമാൻ കാണുമ്പോൾ അടയാളവാക്യം പറയുന്നു. അത് കേട്ടയുടൻ ഒരു വള്ളി പറിച്ചെടുത്ത് സീതാദേവി ഹനുമാനെ അണിയിച്ചു. ഇത് വെറ്റിലയുടെ വള്ളിയായിരുന്നു. വിരഹദുഃഖം അനുഭവിക്കുന്നവർ ഹനുമാൻ സ്വാമിക്ക് വെറ്റില അണിയിക്കുന്നത് ഉത്തമമാണെന്ന വിശ്വാസം ഇങ്ങനെയാണ് ഉണ്ടായത്. എന്നാൽ ആലത്തിയൂരിലെ ഹനുമാൻ സ്വാമിക്ക് മാല ചാർത്താറില്ല. ഇവിടുത്തെ സങ്കല്പം സീതാ ദർശനത്തിന് തിരിക്കുന്നതിന് മുൻപുള്ളതായതിനാലാണ് ഇവിടെ വെറ്റിലമാല ചാർത്തുന്ന പതിവില്ലാത്തത്. വായുപുത്ര കനിയേണം എന്നും ലങ്കാദഹനം ചെയ്തവനല്ലേ അതിബല. ചതുശതം, ത്രിമധുരം, ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലി, നെയ്പായസം എന്നിവയാണ് ആലത്തിയൂരിൽ ശ്രീരാമസ്വാമിക്കായി നടത്തപ്പെടുന്ന പ്രധാന വഴിപാടുകൾ. ആഞ്ജനേയ സ്വാമി എന്നുടെ ആഞ്ജനേയ സ്വാമി തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീ. ശനിമൂലമുണ്ടാകുന്ന ദോഷം മാറാൻ ഹനുമാൻ സ്വാമിയെ ഭജിക്കുന്നത് ഉത്തമമാണെന്നാണ് വിശ്വാസം. ഈ വിശ്വാസത്തിന് ഉപോത്ബലകമായി 1-2 ഐതിഹ്യങ്ങളും പറഞ്ഞു കേൾക്കുന്നു. ഇന്ദ്രജിത്തിന്റെ ജനന സമയത്ത് രാവണൻ 9 ഗ്രഹങ്ങളെയും പിടിച്ചുകെട്ടി. അനുകൂലവും ശക്തവുമായ സ്ഥാനങ്ങളിൽ ഗ്രഹങ്ങളെ നിർത്തുകയും ചെയ്തു. ഗ്രഹദോഷങ്ങളിലൂടെ ഇന്ദ്രജിത്തിനെ ആർക്കും പരാജയപ്പെടുത്താനാകാതെ വരണമെന്നതായിരുന്നു രാവണന്റെ ആഗ്രഹം. എന്നാൽ ലങ്കയിലെത്തിയ ഹനുമാൻ ശനിയെ രക്ഷിച്ചുവെന്നും പ്രത്യുപകാരമായി ഹനുമാനെ ഭജിക്കുന്നവരെ ശനി ബാധിക്കില്ല എന്ന് വാക്ക് നൽകുകയും ചെയ്തു വന്നു. ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു കഥയും പറഞ്ഞു കേൾക്കുന്നുണ്ട്. ശനിയെ കീഴ്പ്പെടുത്തിയത് ഹനുമാൻ സ്വാമി മാത്രമാണ്. ഹനുമാൻ സ്വാമിയുടെ ശരീരത്തിൽ പ്രവേശിക്കുവാൻ സമയമായപ്പോൾ ശനി ഭഗവാനെ തേടിയെത്തി. ശിവനെ വരെ താൻ ബന്ധനസ്ഥനാക്കിയതാണെന്ന് പറഞ്ഞെത്തിയ ശനിയോട്
തനിക്കിപ്പോൾ സമയമില്ലെന്നായി ഭഗവാൻ. എന്നാൽ നിർബന്ധ ബുദ്ധിയോടെ ഹനുമാനിൽ പ്രവേശിച്ച ശനി ഒടുവിൽ ആ ശരീരത്തിൽ നിന്നും രക്ഷപ്പെടാൻ പഴുതില്ലാതെ കരഞ്ഞപേക്ഷിച്ചു. അവസാനം ഭഗവാന്റെ കൃപ കൊണ്ട് മാത്രം ശരീരത്തിൽ നിന്നിറങ്ങാൻ കഴിഞ്ഞപ്പോൾ എന്റെ ശരീരത്തിൽ മാത്രമല്ല എന്നെ ഭജിക്കുന്നവരുടെ ശരീരത്തിലും മേലിൽ പ്രവേശിക്കരുതെന്ന് ശനിയോട് ഭഗവാൻ പറഞ്ഞു. ബലവീര്യം വർണ്ണിക്കാനായി നാവിൽ തോന്നണേ സ്വാമി, നാവിൽ തോന്നണേ. ശ്രീരാമദേവനും ഹനുമാൻ സ്വാമിക്കും പുറമെ ഗണപതി, അയ്യപ്പൻ, ദുർഗാദേവി, വിഷ്ണു, ലക്ഷ്മണൻ, ഭദ്രകാളി എന്നിവർ ഉപദേവന്മാരായി ആലത്തിയൂർ പെരും തൃക്കോവിലിൽ കുടികൊള്ളുന്നു. തുലാമാസത്തിലെ തിരുവോണനാൾ അവസാനിക്കത്തക്ക വിധം 3 ദിവസത്തെ തിരുവുത്സവമാണ് ആലത്തിയൂർ ഹനുമാൻ കാവിലെ പ്രധാന വിശേഷാവസരം. മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ, രാമഭക്തിയിൽ പുണ്യം നേടിയ വാനരവീരനല്ലേ. മാറുപിളർത്തി രാമഭക്തിയുടെ ആഴം കാട്ടിയതല്ലേ, അഞ്ജന തനയ വായുപുത്ര തുണയേ ഗണമെന്നും വാനോളം വലുതായവനല്ലേ, അതിശയശാലിയല്ലേ, അതിശയശാലിയല്ലേ. ആഞ്ജനേയ സ്വാമി, എന്നുടെ ആഞ്ജനേയ സ്വാമി, തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി. എന്നകതാരിൽ നിത്യം കുടികൊള്ളുന്നൊരു സ്വാമി. സർവപാപങ്ങളിൽ നിന്നും മുക്തി നേടാനായി തന്നെ ആശ്രയിച്ചെത്തുന്ന ഭക്തജനങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹാശിസുകളും ചൊരിഞ്ഞുകൊണ്ട് വിരാജിക്കുകയാണ് ആലത്തിയൂർ ഹനുമാൻ സ്വാമി. എന്നുടെ ആഞ്ജനേയ സ്വാമി, തിരുമിഴിയൊന്നു തുറന്നിടണേ ശ്രീരാമദൂത സ്വാമി. അന്യർക്ക് സന്തോഷം പകരുവാൻ കഴിയില്ലെങ്കിലും ദുഃഖിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം. അത് നമ്മളിലേക്ക് ഈശ്വര കൃപ എത്തിക്കും. ഇന്നത്തെ സന്ധ്യാദീപം ഇവിടെ അവസാനിക്കുന്നു. ഏവർക്കും നന്ദി.